നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിലെ 4th ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ദ nth ടേം ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസസ് ആർ ഗിവൻ ബിലോ. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേമിനുള്ള ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. nth ടേമിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എവിടെയുള്ള ടേംസ് ഒക്കെ ഈ ഫോമിലായിരിക്കും. അതാണ് അതിൻ്റെ nth ടേം എന്ന് പറയുന്നത്. ഓരോ ടേംസിൻ്റെ ഫോമാണ് തന്നിട്ടുള്ളത്. എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ഈച്ച്. അതായത് സമ്മിലുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമ്മൾ ഓൾജിബ്രായിക് ഫോം ചെയ്ത് പഠിച്ച പോലെ അല്ലെങ്കിൽ nth ടേം കണ്ടുപിടിച്ച പോലെ സമ്മിനും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ്. സമ്മാണ് കണ്ടുപിടിക്കാനുള്ളത്. nth ടേം തന്നിട്ടുണ്ട്, മനസ്സിലായോ? അപ്പം nth ടേം xn തന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? sn കണ്ടുപിടിക്കണം. nth ടേം തന്നിട്ട് നമ്മൾ സമ്മിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തറിയണം? ആദ്യം സീക്വൻസ് അറിയണം. സീക്വൻസ് കണ്ടുപിടിക്കാമോ? നമുക്ക് nth ടേം അല്ലേ തന്നേക്കുന്നത്, അപ്പോൾ നമുക്ക് സീക്വൻസ് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2n+3. 2n+3 എന്ന് പറയുന്ന ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് ഫോമിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? സീക്വൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ xn ആണ് ഇവിടെ തന്നിരിക്കുന്നത്. xn = 2n+3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. x1 ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. എഫ് കണ്ടുപിടിക്കാം. എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് എന്ന് പറയുന്നത് x1 ആണ് അല്ലേ? എഫും x1ഉം സെയിം ആണ്, ഫസ്റ്റ് ടേം. അപ്പോൾ എന്നിൻ്റെ പ്ലേസിൽ എത്ര കൊടുക്കണം? 1 കൊടുക്കണം. 2 × 1+3 എന്ന് വരും. 2 × n+3 എന്നുള്ളിടത്ത് എന്നിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 1 കൊടുക്കുന്നു. അപ്പോൾ 2+3 എന്ന് വരും, ദാറ്റ് ഈസ് 5. 2 × 1 എത്രയാണ്? 2 ആണ്. അപ്പോൾ 2+3 എന്ന് വരും, 5 ആയി. ഫസ്റ്റ് ടേം കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത ടേം വേണം, x2 കണ്ടുപിടിക്കണം. x2 എന്ന് പറയുന്നത് എന്നിൻ്റെ പ്ലേസിൽ എത്ര കൊടുത്താൽ x2 കിട്ടും? 2 കൊടുത്താൽ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 × 2+3 എന്ന് വരും. 2 × 2 എത്രയാണ്? 4 ആണ്. 4+3 എത്രയാണ്? 7 അല്ലേ? അപ്പോൾ സെക്കൻഡ് ടേമും കിട്ടി. ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം കിട്ടിയാൽ നമുക്ക് കോമൺ ഡിഫറൻസ് എഴുതിക്കൂടെ? കോമൺ ഡിഫറൻസ് അറിയാം. d = 7 - 5. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചു. എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ സീക്വൻസ് ഓൾമോസ്റ്റ് ആയി എന്നല്ലോ. സീക്വൻസിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട്? ഫസ്റ്റ് ടേം അറിയണം, പിന്നെ കോമൺ ഡിഫറൻസും അറിയണം. നമ്മൾ എന്ന് തന്നെ കൊടുക്കും. അപ്പോൾ നമുക്ക് സമ്മിനുള്ള ഇക്വേഷൻ ചെയ്താലോ? സമ്മിനുള്ള ഇക്വേഷൻ ചെയ്യാൻ Sn = ഇക്വേഷൻ എന്തായിരുന്നു? n/2 × 2f + n-1 × d. ഇക്വേഷൻ നമുക്കറിയാവുന്നതല്ലേ? n/2 അതുപോലെ എഴുതി. n/2 × 2f, ദാറ്റ് ഈസ് 2 × f എത്രയാണ്? f 5 ആണ്. 5 + n-1 × d എത്രയാണ്? 2 ആണ്. അതും എഴുതി. എന്നിൻ്റെ പ്ലേസിൽ n തന്നെ ഇട്ടിരിക്കുന്നു, ബാക്കി എഫും ഡിയും വാല്യൂസ് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. n/2 വീണ്ടും അതുപോലെ ബ്രാക്കറ്റിനകത്ത് 2 × 5 10 ആവും. 10 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാമല്ലോ. 2 ഉണ്ട്. 2 × n 2n -2 × -1 എത്രയാവും? -2 എന്നാവും. അഗെയിൻ ബ്രാക്കറ്റിനകത്ത് എങ്ങനെ വരും? n/2 അതുപോലെ എഴുതിയിട്ട് ബ്രാക്കറ്റിനുള്ളിൽ 10 - 2 എത്രയാണ്? 8 ആണ്. 8 + 2n എന്ന് വന്നു. ഓക്കെ, ഇനി നോക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കോമൺ എടുത്ത് ഡിവൈഡ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പോവാം. ഈ n/2 കൊണ്ട് നമുക്ക് അകത്തുള്ള ഓരോരുത്തരെയും ഇൻറ്റു ചെയ്യണം. n/2 × 8 എത്ര വരും? n/2 × 8 എന്ന് പറഞ്ഞാൽ 8n/2 + n/2 × 2n എന്ത് വരും? 2n² എന്നാവും. എങ്ങനെയാ? n/2 × 2n ആണ് അല്ലേ? n × n n² ആവും. ബാക്കിയുള്ള 2 എഴുതി. ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിലും ആ 2 എഴുതി. 2n² എന്നായി. മനസ്സിലായല്ലോ? ആ സ്റ്റെപ്പ് എങ്ങനെയാണ് വന്നതെന്നാണ് കാണിച്ചത് സൈഡിൽ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ബാക്കി ചെയ്യാം. 8n/2ൽ നമുക്ക് ഈ 2ഉം ഈ 8ഉം ക്യാൻസൽ ചെയ്ത് അവിടെ എന്ത് വരും? 2ഉം 8ഉം ക്യാൻസൽ ചെയ്ത് അവിടെ 4 ആവും. അപ്പോൾ 4n എന്ന് കിട്ടും. 4n + ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും? 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് n² ഉണ്ട്. 4n + n² എന്നോ അല്ലാന്നുണ്ടെങ്കിൽ n² + 4n അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. രണ്ടിലെന്തെങ്കിലും എഴുതാം. ഓക്കെ, രണ്ട് എഴുതിയാലും സെയിം ആണ്, മാറ്റിയും തിരിച്ചും എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തല്ലോ. ഇതുപോലെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3n + 2 എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. 3n + 2. xn ആണ് എന്ത്? 3n + 2 അല്ലേ? xn = 3n + 2 ആണ്.
ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം, എഫ് കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് x1 കണ്ടുപിടിക്കണം. 3 × 1 + 2 ദാറ്റ് ഈസ് 3 × 1 എത്രയാണ്? 3. 3 + 2 5. x2 കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് 3 × 2 + 2 ദാറ്റ് ഈസ് 3 × 2 6. 6 + 2 8. സെക്കൻഡ് ടേമും കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. d = 8 - 5. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 8 ന്ന് 5 പോയാൽ എത്ര കിട്ടും? 3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായി നമുക്കിവിടെ? ഫസ്റ്റ് ടേം ആയി, പിന്നെ കോമൺ ഡിഫറൻസും ആയി. ഇനി നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. സമ്മിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു. Sn = n/2 × 2f + n - 1 × d. ഓരോ പ്രാവശ്യം ഇക്വേഷൻ ഇരുന്ന ഇക്വേഷൻ അത്രയും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. n/2 അതുപോലെ 2f + n - 1 × d ആണ്. 2 × f എത്രയാണ്? 5. 2 × 5 + n - 1 അഗെയിൻ അതുപോലെ × d. d എത്രയാണ്? 3. 3യും കൊടുത്തു. = n/2 വീണ്ടും അതുപോലെ എഴുതി. 2 × 5 10 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 3 × n 3n - 3 × -1 എന്ത് വരും? -3 എന്ന് കിട്ടി. n/2 × ബ്രാക്കറ്റിനുള്ളിൽ നോക്കുക. 10 - 3 എത്രയാണ്? 7 + 3n n/2 കൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. n/2 × 7 7n/2 + n/2 × 3n 3n²/2 അല്ലേ? ഇവിടെ ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടിരിക്കാം, 7n/2 + 3n²/2. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ആയല്ലോ. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. 2n - 3. 2n - 3 ആണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. 2n - 3 അല്ലേ? 2n - 3 ആണ്. എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. f = x1 ആണ്. x1 എത്രയാണ്? 2 × 1 - 3 എന്ന് വരും. 2 × 1 2. 2 - 3. 2 - 3 എത്രയാണ്? -1. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ചെയ്തതിൽ ഒരു നെഗറ്റീവ് നമ്പർ വന്നു, മൈനസ് നമ്പർ വന്നു. അപ്പോൾ നമ്മളത് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യും. ഇനി സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം. സെക്കൻഡ് ടേം ദാറ്റ് ഈസ് x2 = 2 × 2 - 3. 2 × 2 എത്രയാണ്? 4. 4 - 3 എത്രയാണ്? 1. അപ്പോൾ ഫസ്റ്റ് ടേം ആയി, സെക്കൻഡ് ടേം ആയി. ഇനി കോമൺ ഡിഫറൻസ് d = സെക്കൻഡ് ടേം 1 - ഫസ്റ്റ് ടേം എത്രയാണ്? -1 അല്ലേ? 2 മൈനസ് അടുത്തടുത്ത് വന്നില്ലേ? 1 + 1 എന്നാവും. 2 മൈനസ് അടുത്തടുത്ത് വന്നാൽ അത് പ്ലസ് ആവും. 1 + 1 എത്രയാണ്? 2. കോമൺ ഡിഫറൻസും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സമ്മ് കണ്ടുപിടിക്കണം. സമ്മിൻ്റെ ഇക്വേഷൻ Sn = n/2 × 2f + n - 1 × d = n/2 × 2f. 2f എന്ന് പറഞ്ഞാൽ 2 × f എത്രയാണ്? -1 + n - 1 × d എത്രയാണ്? 2. അതും കൊടുത്തു, വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്തു. n/2 × 2 × -1 -2 + 2 × n 2n 2 × -1 -2 അടുത്ത സ്റ്റെപ്പിൽ നോക്കുക, മൈനസ് വരുന്നതാണ്. n/2 അതുപോലെ എഴുതി. -2 × -2 രണ്ടുപേർക്കും മൈനസ് ഇല്ലേ? ആ മൈനസ് കോമൺ ആയിട്ട് എഴുതി. 2ഉം 2ഉം കൂടെ കൂട്ടി -4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതെഴുതാം. -4 പ്ലസ് ബാക്കിയുള്ള ഈ 2n. ഓക്കെ, ഇനി നമ്മൾ n/2 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. n/2 × -4 -4n/2 പ്ലസ് n/2 × 2n എന്ത് വരും? 2n²/2. ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ? 2ഉം 4ഉം എന്ത് ചെയ്യും? 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് എന്താവും? -2n എന്നാവും. പ്ലസ് 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താവും? n². -2n + n² എന്ന് കിട്ടും. -2n + n² എന്ന് കിട്ടും അല്ലേ? ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. 3n - 2 അല്ലേ? ഫോർത്ത് ക്വസ്റ്റ്യൻ 3n - 2 ആണ്. എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേം f കണ്ടുപിടിക്കണം. f = x1 ആണത്. x1
അപ്പോൾ എന്തോരും എന്നിന് പകരം 1 കൊടുക്കണം. അപ്പോൾ 3 × 1 -2, 3 × 1 3 ആണ്, 3 - 2 എത്രയാണ് 1. സെക്കൻഡ് ടേം x2 കണ്ടുപിടിക്കണം. 3 × 2 - 2, 3 × 2 എത്രയാണ് 6, 6 - 2 എത്രയാണ് 4. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. 4 - 1 എന്ന് വരും. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 4 - 1 എത്ര കിട്ടും 3. അപ്പോൾ എല്ലാം ആയി. ഇനി സം എഴുതണം. സമ്മിൻ്റെ ഇക്വേഷൻ Sn = n/2 × 2f + n - 1 × d അല്ലേ. അപ്പോൾ നമുക്ക് കൊടുക്കാം n/2 × 2 × f, that is 2 × 1 + n - 1 × d എത്രയാണ് 3. 3യും കൊടുത്തു. n/2 × 2 × 1 2 + 3n - 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. ഓക്കെ, n/2 × ബ്രാക്കറ്റിനുള്ളിൽ 2 - 3, 2 - 3 എത്രയാണ് -1, -1 + 3n ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. n/2 × -1, that is -n/2 + n/2 × 3n, 3n²/2 -n/2 + 3n²/2 എന്ന് കിട്ടും. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. താങ്ക് യു.